പൂച്ചേ പിരിവൊക്കെ പൊഴിയെന്ന് പറയുന്ന കേൾക്കും കുറച്ചും കൂടെ ഡൾ ആവത്തേ ഉള്ളൂ. സോ ഓരോ സ്കിന്നുകാർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ലോങ് വീഡിയോയ്ക്ക് എനിക്ക് 3.7K വ്യൂസ് ഉണ്ടായിരുന്നു. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നാൽപ്പാമരാതി തൈലമാണെന്ന്. അത് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോട്ടക്കല്ല നാൽപ്പാമരാതി തൈലം. ഇത് ഒരു ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. കാരണം ഓയിലാണല്ലോ ഇത്. ഓൾറെഡി ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഓയിലും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് കുറച്ചും കൂടെ ഡൾ ആവത്തേ ഉള്ളൂ. ഇതും കോട്ടക്കല് ഏലാതി കേര തൈലമാണ് കേട്ടോ. എനിക്കൊരു എളുപ്പത്തിന് ഞാൻ ഒരു കുഞ്ഞു ബോട്ടിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടേക്കാണ്. ഈ തേക്കുമ്പോൾ നമ്മുടെ പിരുകത്തൊന്നും ആവാതെ ശ്രദ്ധിക്കുക. കാരണം പഴയ ആൾക്കാർ പിരുകത്തൊക്കെ ഈ മഞ്ഞ എണ്ണയാകുമ്പോൾ പിരുകൊക്കെ പൊഴിയെന്ന് പറയുന്ന കേൾക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തേച്ചോ. പിന്നെ കുറേ പേരുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ ഏത് ടൈപ്പ് സ്കിന്നാണെന്നുള്ളത്. എൻ്റെ ഒരു നോർമൽ സ്കിൻ ടൈപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് അതിന് മൂഡ് ചേഞ്ച് ആകുമ്പോൾ അത് സെൻസിറ്റീവ് സ്കിൻ ആവാറുണ്ട്. അപ്പോൾ എനിക്ക് കുറേ സ്കിന്നിന് പണി കിട്ടാറുണ്ട്. സോ നമ്മൾ ഈ കോട്ടക്കലിൽ നാൽപ്പാമരാതി തൈലം വാങ്ങിക്കണമെങ്കിൽ മലപ്പുറത്തെ കോട്ടക്കലിൽ പോകേണ്ട കാര്യമില്ല. എല്ലാ ഡിസ്ട്രിക്റ്റിലും കോട്ടക്കൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെയാണ് ഞാൻ അത് അഗ്നസത്യം അറിയുന്നത് ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെയുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ ലിപ് പിഗ്മെൻറ്റേഷൻ എങ്ങനെയാണ് മാറിയത്, അതെങ്ങനെ മാറ്റുക എന്നുള്ളത്. എനിക്ക് ആദ്യമേ തന്നെ ഒരുപാട് ലിപ് പിഗ്മെൻറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സ്ക്രബൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലിപ്പിൽ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. തേനും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലിപ്പിലൊന്ന് 5 മിനിറ്റ് സ്ക്രബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലിപ്പിലൊരു മാസ്ക് പോലെ മഞ്ഞപ്പൊടിയും പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു ചേഞ്ച് വരും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാം അല്ലെങ്കിൽ നല്ലൊരു ലിപ് ബാം ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിപ് ബാം ഏതാണെന്ന് ഞാൻ മറന്നു. കറൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാം ഏതാണെന്ന് കാണിച്ചു തരാം. ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ബീട്രൂട്ട് ലിപ് ബാം തന്നെയാണ് കേട്ടോ. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്ത് ഈ ഒരു പരുവത്തിലെത്തിച്ച്. ഇതിൻ്റെ മണവും അടിപൊളിയാണ്, പക്ഷെ ഇത് ബീട്രൂട്ടിൻ്റെ മണമൊന്നുമല്ല. പിന്നെ കുറച്ച് പേര് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടും. ഈ പുറമേ തേച്ചുകൊണ്ട് മാത്രം ഒന്നും ഗ്ലോ ആവില്ല. നമുക്ക് ഗ്ലോ വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഫുഡ് ഇൻടേക്ക് ചെയ്യണം. നല്ല നല്ല ഫുഡ്, ഐ മീൻ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് വാഷിനെ പറ്റിയൊക്കെ. പിന്നെ ഹൈഡ്രേഷൻ്റെ കാര്യം മറക്കണ്ട. എപ്പോഴും കുറേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുഖത്ത് തേക്കുന്ന സൺസ്ക്രീൻ ഒക്കെ കയ്യിലും കാലിലും ഒക്കെ ഒന്ന് വാരി ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഫേസ് തേക്കുന്ന ഈ പാക്കൊക്കെ കയ്യിലും കാലിലും കൂടെ യൂസ് ചെയ്താൽ മതി, മാറും. എനിക്കറിയാം, അങ്ങനെയാണ് ഞാൻ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മെനക്കേടാൻ വയ്യ, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് കടലമാവ്, മഞ്ഞൾ, പാല്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് തന്നെ കയ്യിലും കാലിലും കൂടെ നമ്മൾ കണ്ടിന്യൂസ് ഒരു 1-2 വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് എന്തായാലും വിസിബിളായിട്ട് വരും. സാധാ മഞ്ഞളൊന്നും എടുത്ത് മോന്തയ്ക്കോട്ട് തേക്കരുത്. ഞാൻ യൂസ് ചെയ്യുന്നത് കുടമഞ്ഞളാണ്. അത് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. അതിനെ ഉണ്ടമഞ്ഞൾ എന്നും പറയുമെന്ന് തോന്നുന്നു. പിന്നെ കയ്യിലെയും കാലിലെയും ടാൻ മാറാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. അത് വേറൊന്നുമല്ല, ജസ്റ്റ് പൊട്ടറ്റോ. ഈ പൊട്ടറ്റോയുടെ ജ്യൂസും കാപ്പിപ്പൊടിയും കൂടെ ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്ത് കയ്യിലും കാലിലും നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചോദിച്ചോ, എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ ഒരു പരിപാടി മാത്രമല്ല, നൈറ്റ് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അത് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് എനിക്ക് അതിലൂടെ ചേഞ്ച് വന്നതെന്നുള്ളത് അടുത്ത പാർട്ടിൽ പറഞ്ഞു തരാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ബൈ.